കൂട്ടുകാരെ, നമുക്കൊരു കഥ കേട്ടുറങ്ങിയാലോ? ധനവാനും ഒട്ടകവും. പണ്ടു ഒരിടത്ത് ഒരു ധനവാൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു ഒട്ടകമുണ്ടായിരുന്നു. അയാൾ തൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്തായിരുന്നു യാത്ര ചെയ്തിരുന്നത്. പല ആവശ്യങ്ങൾക്കും അദ്ദേഹം തൻ്റെ വാഹനമായി ഒട്ടകത്തെ ഉപയോഗിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഒട്ടകവുമായി മരുഭൂമിയിലൂടെ ഒരു യാത്ര പുറപ്പെട്ടു. പകൽ മുഴുവനും യാത്ര ചെയ്തു. അങ്ങനെ വ്യാപാരി രാത്രിയായപ്പോൾ വിശ്രമിക്കാൻ തീരുമാനിച്ചു. അന്ന് രാത്രി മരുഭൂമിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. മരുഭൂമിയിൽ മറ്റൊരു അഭയസ്ഥാനവും ഇല്ലാതിരുന്നതിനാൽ അയാൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ കൂടാരമെടുത്ത് അവിടെ തന്നെ ഒരു കൂടാരം അടിച്ചു. കഷ്ടിച്ച് ഒരാൾക്ക് മാത്രം കിടക്കാവുന്ന വലിപ്പമേ ആ കൂടാരത്തിനുണ്ടായിരുന്നുള്ളൂ. ധനവാനാകട്ടെ ആ കൂടാരത്തിനകത്ത് കയറി കിടന്നു. തൻ്റെ ഒട്ടകത്തിനെ അദ്ദേഹം കാവലിനായി പുറത്ത് കെട്ടിയിട്ടിരുന്നു. നല്ല ക്ഷീണമായതിനാൽ ധനവാൻ കിടന്ന ഉടനെ തന്നെ ഉറങ്ങിപ്പോയി. കുറച്ചു സമയം കഴിഞ്ഞതും ആരോ തന്നെ വിളിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. അയാൾ പെട്ടെന്ന് തന്നെ ഉണർന്നു. ചുറ്റും നോക്കി. അയാൾ അവിടെയെങ്ങും ആരെയും കണ്ടില്ല. അപ്പോൾ ഒട്ടകം ധനവാനോട് പറഞ്ഞു, ഗുരു, ഞാനാണ് അങ്ങയെ വിളിച്ചത്. ഇത് കേട്ട ധനവാൻ ഒട്ടകത്തിനോട് എന്തിനാണ് തന്നെ വിളിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ ഒട്ടകം പറഞ്ഞു, ഗുരു, പുറത്ത് നല്ല തണുപ്പാണ്. എനിക്ക് ഉറങ്ങാനേ കഴിയുന്നില്ല. എൻ്റെ തല മാത്രം ഞാൻ ഈ കൂടാരത്തിനകത്ത് വച്ചോട്ടെ. നല്ലവനായ ധനികന് ഒട്ടകത്തോട് സഹതാപം തോന്നി. അയാൾ പറഞ്ഞു, സാരമില്ല, നിന്റെ തല മാത്രം ഈ കൂടാരത്തിനകത്ത് വെച്ചോളൂ. ഇതും പറഞ്ഞ് ധനവാൻ വീണ്ടും ഉറങ്ങാനായി കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടകം വീണ്ടും അദ്ദേഹത്തെ തട്ടി വിളിച്ചു, ഗുരു, പുറത്ത് നല്ല തണുപ്പാണ്. എനിക്ക് തണുപ്പൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ മുൻവശത്തെ 2 കാലുകൾ കൂടി ഈ കൂടാരത്തിനകത്ത് വച്ചോട്ടെ. പാവം ധനവാൻ അതും സമ്മതിച്ചു. അങ്ങനെ ഒട്ടകം തൻ്റെ തലയും കാലുകളും ഒക്കെ കൂടാരത്തിനകത്ത് വെച്ചു. ധനവാൻ വീണ്ടും ഉറങ്ങാൻ കിടന്നു. ഒട്ടകത്തിനാകട്ടെ തണുപ്പ് കാരണം അപ്പോഴും ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. തണുപ്പ് അസഹനീയമായപ്പോൾ ഒട്ടകം വിചാരിച്ചു, ഒരു കാര്യം ചെയ്യാം, എൻ്റെ ഈ ശരീരം കൂടി പതിയെ കൂടാരത്തിനകത്ത് കയറ്റി വയ്ക്കാം. നല്ലവനായ ഗുരു തീർച്ചയായും ഇതിന് സമ്മതിക്കും. അദ്ദേഹം എതിരൊന്നും പറയില്ല. അദ്ദേഹത്തിന് എന്തിനാണ് ഉറക്കത്തിൽ വിളിച്ച് ശല്യം ചെയ്യുന്നത്? അങ്ങനെ ഒട്ടകം തൻ്റെ ശരീരവും കൂടാരത്തിനുള്ളിലേക്ക് കയറ്റി വെച്ചു. ഒട്ടകവും കൂടി കൂടാരത്തിൽ കയറി കൂടിയപ്പോൾ ധനവാന് കിടക്കാൻ ഒട്ടും സ്ഥലമില്ലാതായി. അപ്പോൾ ഒട്ടകം ധനവാനോട് പറഞ്ഞു, ഗുരു, നമുക്ക് 2 പേർക്കും കൂടി ഈ കൂടാരത്തിൽ കിടക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, അങ്ങ് ദയവായി പുറത്ത് കിടന്നുറങ്ങിക്കോളൂ. ഇത് കേട്ട് ധനവാന് ദേഷ്യം വന്നു. അദ്ദേഹം ഒട്ടകത്തിനൊരു തൊഴി കൊടുത്തു. ഒട്ടകത്തിനെ കൂടാരത്തിൽ നിന്ന് പുറത്താക്കി പുറത്തെ തണുപ്പിൽ കെട്ടിയിട്ടു. എന്നിട്ട് കൂടാരം നന്നായി മൂടി അദ്ദേഹം സുഖമായി കിടന്നുറങ്ങി.